നീ ആൺകുട്ടിയല്ലേ, നീ ഇങ്ങനെ കരയാൻ പാടുണ്ടോ? വുമൻസിനെ റെസ്പെക്ട് ചെയ്യാന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു ആൺകുഞ്ഞുണ്ടോ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ തുടക്കം മുതലേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആയിരിക്കും. നിങ്ങളൊരു ലൈഫ് പാർട്ട്ണറെ ആഗ്രഹിക്കുന്നത് അതുപോലുള്ളൊരു പാർട്ട്ണർ ആവാനും ഒരു അച്ഛനാവാനും അതുപോലെ നല്ലൊരു മെൻ ആവാനും ആ ഒരു കുട്ടിക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയാലോ. നമ്മളെ വീട്ടിൽ നിന്ന് എന്താണോ ആ കുട്ടി കണ്ടു വളരുന്നത് അതുപോലെ ആയിരിക്കും ആ ഒരു കുട്ടിയുടെ ലൈഫ് എന്ന് പറയുന്നത് മുന്നോട്ട് പോവുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് റെസ്പെക്റ്റ് വുമൺ എന്നുള്ളതാണ്. അതായത് നമ്മളെ വീട്ടിലുള്ള പെങ്ങന്മാരെയും ഉമ്മാനെയും ഒക്കെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യാൻ വീട്ടിൽ നിന്ന് തന്നെ ആ കുട്ടിയെ കാണിച്ചു കൊടുത്തൊരു റോൾ മോഡലായിട്ട് നമ്മൾ ചെയ്ത് കാണിക്കുക. കാരണം നമ്മളെ വീട്ടിൽ നിന്ന് ആ ഒരു റെസ്പെക്റ്റ് ഉമ്മാക്കും പെങ്ങന്മാർക്കും വീട്ടിൽ ആരാണോ വുമൻസ് ആയിട്ടുള്ളത് അവരെ നിങ്ങളിതിലൂടെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരാളോടും ആ ഒരു കുട്ടിക്ക് മോശമായിട്ട് ബിഹേവ് ചെയ്യാനോ ഒന്നിനും പറ്റില്ല. എല്ലാവരെയും സ്വന്തം പെങ്ങന്മാരെ പോലെയും ഉമ്മാനെ പോലെയും അവനക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നമ്മൾ പേപ്പറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ന്യൂസുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ആദ്യം പഠിപ്പിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. നമ്മളെ ഉമ്മമാരെയും പെങ്ങന്മാരെയും അതായത് വുമൻസിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം അത് നന്നായിട്ട് പഠിപ്പിക്കുക. അതൊരിക്കലും ഇരുത്തി ഇങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതല്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർക്ക് ഫീൽ ചെയ്യണം, ഇവർ റെസ്പെക്റ്റ് ചെയ്യേണ്ടവരാണ്, ഇവർക്ക് ഈ ഒരു റെസ്പെക്റ്റ് കൊടുക്കണം, ഞാനും അതുപോലെ ആവണം, എന്നെ കണ്ടിട്ടും ഒരുപാട് പേര് അങ്ങനെ പഠിക്കണം എന്നുള്ളത് ആ ഒരു കുട്ടീൻ്റെ ഉള്ളിലേക്ക് തോട്ട് ആ ഒരു ഫീല് നിങ്ങൾ വരുത്തുക. അല്ലാതെ നമ്മൾ നീ റെസ്പെക്റ്റ് ചെയ്യണം, നീ ഇങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നതിന് പകരം കാണിച്ചു കൊടുക്കുക. ആ ഒരു ഉമ്മാനെ റെസ്പെക്റ്റ് ചെയ്യുന്നത് അതല്ലെങ്കിൽ ആ ഒരു പെങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് ആ കുട്ടി കണ്ട് വളരട്ടെ. അത് കുട്ടി പുറത്തു പോയി കഴിഞ്ഞാലും ബാക്കിയുള്ള ലേഡീസിനെ കാര്യങ്ങളെ കാണുന്ന സമയത്ത് അവൻക്ക് ആ രീതിയിൽ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് പല വീടുകളിലും കേൾക്കുന്നൊരു കാര്യമാണ്, നീ ആൺകുട്ടിയല്ലേ, നീ ഇങ്ങനെ കരയാൻ പാടുണ്ടോ? അങ്ങനെ നമ്മൾ ആ കുട്ടീൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റില്ല. കാരണം ആ കുട്ടീൻ്റെ ഏറ്റവും ഫ്രീഡം കിട്ടുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്. അവനക്കും ഉണ്ട് ഇമോഷണൽ എക്സ്പ്രഷന് കാര്യങ്ങളെല്ലാം, അവനക്കും വരും ഓരോ രീതിയിലുള്ള ഇമോഷൻസ്. അപ്പോൾ അവനക്ക് കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ അവൻ കരയട്ടെ. ഒരിക്കലും അവനത് തോന്നരുത് എനിക്ക് എവിടെ ഇതില്ല, ഞാൻ എങ്ങനെ എൻ്റെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കും എന്നുള്ളൊരു സംഭവം അവന് തോന്നിക്കഴിയുമ്പോൾ അവന് ഇമോഷണലി നല്ല രീതിയിൽ സ്ട്രെസ്ഡ് ആവുകയും കാര്യങ്ങളൊന്നും തുറന്ന് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്കൊക്കെ അവനെത്തും. അപ്പോൾ അതിന് പകരം അവൻ കരയാണെങ്കിൽ അവൻ കരയട്ടെ, അവന് സപ്പോർട്ട് കൊടുക്കുക. എന്ത് പറ്റും മോനെ, നമ്മളെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. അല്ലാതെ നീ ആൺകുട്ടിയാണ്, നീ കരയാൻ പാടില്ല, നീ എന്താ പെൺകുട്ടികളെ പോലെ ആവുകയാണോ, അങ്ങനെ ചോദിക്കാൻ പാടില്ല. അതിന് പകരം കുട്ടീൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവന് കരഞ്ഞു തീർക്കേണ്ടതാണെങ്കിൽ അവൻ കരഞ്ഞു തീർക്കട്ടെ. അങ്ങനെയുള്ളൊരു കുട്ടി ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ആ കുട്ടിക്ക് പറ്റും എന്നുള്ളതാണ്. അല്ലാതെ അവന് വീണ്ടും വീണ്ടും പിന്നെയും വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അത് ഓരോ പാരൻസും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം ഈക്വാലിറ്റി. അതായത് വീട്ടിലൊരു ആൺകുട്ടിയും പെൺകുട്ടിയാണുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് രണ്ടു പേർക്കും ഒരുപോലെയുള്ള റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. ചില വീടുകളിലുണ്ട് ആൺകുട്ടികൾ പാത്രം കഴുകാൻ പറ്റില്ല, അല്ലെ മുറ്റടിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആദ്യമേ ഇങ്ങനെ ശീലിപ്പിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ കുട്ടി ഫ്യൂച്ചറിൽ എന്താവും, ഇതിനൊക്കെ എതിരുള്ള ഒരാളായിരിക്കും. അതുപോലെ ആ കുട്ടിക്ക് കിട്ടുന്ന പാർട്ട്ണർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു കുട്ടീനെ കൊണ്ട്. കാരണം ഈ ഒരു പാർട്ട്ണറെ മനസ്സിലാക്കാൻ പോലും ഈ കുട്ടിക്ക് പറ്റൂല. അപ്പോൾ നമ്മളെ വീടുകളിൽ നിന്ന് തന്നെ നമ്മളത് പരിശീലിപ്പിച്ചു കൊടുക്കുക. അതായത് നമ്മളെ മോള് അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവനും അത് ചെയ്യട്ടെ. കാരണം രണ്ടുപേരും ഈക്വലാണ്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ തന്നെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി ഈക്വലായിട്ട് രണ്ടുപേർക്കും കൊടുക്കുക, രണ്ടുപേരെ കൊണ്ടും ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അത് ചെറുപ്പം മുതലേ ആ കുട്ടി ശീലിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അവനക്ക് നല്ലൊരു ഹസ്ബൻഡ് ആവാനും നല്ലൊരു ഫാദർ ആവാനും വേണ്ടിയിട്ട് അവനക്ക് പറ്റും. പിന്നെ ലാസ്റ്റ് വൺ, നമ്മുടെ ഉപ്പമാർ നമ്മളെടുത്ത് എങ്ങനെയാണോ, അതല്ലെങ്കിൽ ആ വീട്ടിലുള്ള ഉമ്മാനോടോ അല്ല അവിടെയുള്ള മറ്റുള്ളവരോടോ എങ്ങനെയാണ് പെരുമാറുന്നത്, അവരുടെ റെസ്പോൺസിബിലിറ്റി എത്രയുണ്ട്, എങ്ങനെയാണ് അവർ വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ഈ കുട്ടി ചെറുപ്പം മുതലേ നോട്ട് ചെയ്യുന്ന കാര്യമാണ്. ആണുങ്ങൾക്ക് എന്നും അവരുടെ റോൾ മോഡൽ അവരുടെ ഉപ്പമാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഉപ്പ എന്ന് പറയുന്നത് അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പാനെ കണ്ടിട്ടാണ് ഈ കുട്ടി വളരുന്നതെങ്കിൽ ആ കുട്ടിക്ക് നല്ല രീതിയിൽ ആ
ഒരു ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നല്ല പാഠങ്ങൾ നമ്മളെ വീടുകളിൽ നിന്ന് തന്നെ കിട്ടുന്ന സമയത്ത് ആ കുട്ടി അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മളെ പാരൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഓരോ ആൺകുഞ്ഞുങ്ങളും വലുതാവുന്നത് നല്ലൊരു അച്ഛനോ അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് പാർട്ട്ണറോ ആയിട്ടായിരിക്കും. അവിടെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി ലൈഫായിരിക്കും ആ ഒരു കുട്ടിക്കും അവരുടെ ഫാമിലിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്